ഗൈസ്, നമുക്കിപ്പോൾ ഇന്ന് വെജിറ്റബിൾ ബിരിയാണി നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പുതിനയില, മല്ലിയില, തൈര് ഇത്രയിട്ടും നിറച്ചെടുക്കുക. സൈഡിൽ നമ്മൾ കുറച്ച് സോയയും കൂടി ഒഴിക്കാൻ വെച്ചിട്ടുണ്ട്. ശേഷം ഒരു പാനിലേക്ക് നമ്മൾ നെയ്യും എണ്ണയും ചേർത്ത് സ്പൈസസും കാഷ്യൂവും ചേർത്തിട്ടൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാള ഇട്ട് അതിനകത്ത് ലേശം ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇത് വഴണ്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല കുറച്ച് ഇത്രയും ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. എന്നിട്ട് നമ്മൾ തക്കാളിയും കൂടെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇത് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് കട്ട് ചെയ്തിട്ടുള്ള ക്യാരറ്റും കിഴങ്ങും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇതിട്ട് ഇളക്കി കൊടുക്കുമ്പോഴത്തേനും നല്ല മണം വരും. ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സോയയും കൂടി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇടയ്ക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ശേഷം ഞാൻ ഈ ഫ്രോസൺ ഗ്രീൻ പീസാണ്, പെട്ടെന്ന് വേവും. ഈ സമയത്താണ് അത് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന 1 കപ്പ് ബസ്മതി റൈസ്, അതിൻ്റെ കൂട്ടത്തിൽ 2 കപ്പാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് അടച്ച് വെച്ചൊരു 15 മിനിറ്റ് വേവിക്കുക. അപ്പോൾ നമ്മുടെ ഐറ്റം റെഡിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ്.